എല്ലാവർക്കും നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് നല്ല ഒരു തോരൻ ഉണ്ടാക്കാം, ക്യാബേജും ബീറ്റ്റൂട്ടുമായിട്ട്. ഇത് വെച്ച് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് മാത്രം മതി, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ്. ഏത് അസുഖക്കാർക്കും കഴിക്കാം. ബീറ്റ്റൂട്ട് ഹാർട്ടിന് നല്ലതാണ്, ബ്ലഡ് പ്രഷറിന് നല്ലതാണ്, ഷുഗറിന് നല്ലതാണ്. ഏറ്റവും ബെസ്റ്റ് തോരനാണ്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ഞാൻ കടുക് ഇട്ടു. കടുക് പൊട്ടി. അതിലേക്ക് ക്യാബേജും ബീറ്റ്റൂട്ടും ഒരു സവാള, പച്ചമുളക് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത്. നല്ലവണ്ണം ചെറുതായി അരിഞ്ഞ് അതിലേക്കിട്ടു. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ കൂടുതലൊന്നും വേണ്ട. ഗാർലിക്ക്, വെളുത്തുള്ളി ഒരു 10 അല്ലി, ആവശ്യമായ ചെറിയ രീതിയിൽ തേങ്ങ, കൂടുതലൊന്നും വേണ്ട. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു തേങ്ങയുടെ ഹാഫിൻ്റെ പകുതിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന തേങ്ങ. ഇതിനായിട്ട് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ഞാൻ അതിൻ്റെ മുകളിലിട്ടു. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി, ജീരകം മാത്രമേ ഇനി ആവശ്യമുള്ളൂ. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ജീരകം പൊടിച്ചതോ, ഞാനിവിടെ മുഴുവനേ ഉള്ള ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബീറ്റ്റൂട്ട്, ക്യാബേജ് നിങ്ങൾ ചെറിയ ഓരോ കഷ്ണങ്ങൾ എടുത്താൽ മതി. ഒരു 4 പേർക്ക് നമുക്ക് സുഖമായിട്ട് ലഞ്ചിന് കഴിക്കാം. ഞാനിന്ന് ഇത് വെച്ച് മാത്രമാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ഇന്ന് കഴിച്ചത്. വളരെ ടേസ്റ്റിയിലുണ്ടാക്കാവുന്ന, പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു തോരൻ, വിറക് ആണ് ഞാനിന്ന് ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ ആണ് തീ ഉപയോഗിക്കേണ്ടത്. ചെറിയ ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ തീ ഉപയോഗിക്കുന്നു. നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഇട്ട് കൊടുത്തതിന് ഉപ്പൊക്കെ നമുക്ക് പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. കുറച്ചുകൂടി ജീരകവും കുറച്ചുകൂടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാലും യാതൊരു വിധമായ പ്രശ്നവുമില്ല. അത് നല്ലതാണ്. അതിലല്ല നമ്മൾ മഞ്ഞൾപ്പൊടി ആദ്യമേ ഇട്ട് ക്യാബേജും ക്യാരറ്റും കഴുകുകയാണെങ്കിലൊക്കെ. നമ്മളിപ്പോൾ 2 മിനിറ്റ് ഇതിങ്ങനെ തത്തിപ്പൊത്തി വെച്ചിട്ട് 2 മിനിറ്റ് ഇത് അടയ്ക്കേണ്ട സാധനങ്ങൾ വെച്ച് അടച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്ന് വീണ്ടും ഇത് ഇളക്കി കൊടുക്കുകയാണ്. അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. നമ്മളിത് ചെറിയ രീതിയിലുള്ള എണ്ണയാണ് ചേർത്തിരിക്കുന്നത്, വെളിച്ചെണ്ണ, നല്ല കോക്കനട്ട് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. നമ്മൾക്ക് ചെറിയ രീതിയിലുള്ള കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾക്ക് BP, ഷുഗറുകാർക്ക്, ഹാർട്ടിൻ്റെ രോഗികൾക്ക്, ഏത് അസുഖക്കാർക്കും കഴിക്കാം. നല്ല ഒരു ടേസ്റ്റാണ്. ഞാനിത് സ്ഥിരം വയ്ക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് ഞാനിതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടും ഇത് പെട്ടെന്ന് രീതിയിലൊന്ന് വെക്കുന്ന രീതി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആർക്കും വെക്കാം. പുതിയ രീതിയിൽ നമ്മുടെ കുട്ടികൾ, ബാച്ചിലേഴ്സൊക്കെ മാത്രം വന്ന് താമസിക്കുന്നതിൽ പെട്ടെന്നൊരു ബാച്ചിലേഴ്സുകൾക്ക് വെക്കാവുന്ന ചോറും രീതിയിൽ പെട്ടെന്ന് വയ്ക്കാവുന്ന ഒരു തോരനാണ്. ഇപ്പോൾ നമ്മുടെ ആ കളർ തന്നെ കണ്ടോ, ആ കറിവേപ്പിലയും ഗ്രീൻ ചില്ലിയും ക്യാബേജിൻ്റെ വെള്ള കളറും ബീറ്റ്റൂട്ടിൻ്റെ കളറുമായിട്ടുള്ള മിക്സ് ചെയ്ത് നമ്മുടെ ഓൾമോസ്റ്റ് തോരൻ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് കൊണ്ട്, 3-4 മിനിറ്റ് മതി. കൂടുതൽ നിങ്ങൾ ഇത് ക്യാബേജും ബീറ്റ്റൂട്ടും കൂടുതൽ വെന്തു പോകരുത്. വെന്തു പോയാൽ ഇതിൻ്റെ ഗുണം കുറയും, നമ്മുടെ ശരീരത്തിനുള്ള ഗുണം കുറയും. അതുകൊണ്ട് ഏകദേശം ഒരു 70% ആവുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്ത് നിർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളിത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഞാനാണ് റെക്കോർഡിങ്, കുക്കിങ്, സൗണ്ട്, ഇതെല്ലാം. അതുകൊണ്ട് എന്നെ സഹായിക്കണം.